മഞ്ചാടി ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പം മഞ്ചാടിക്ക് ഒരു തൈ നോക്കി നിറച്ച് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ വീണെടുക്കാം കേട്ടോ. വേറെ എവിടെ നിന്നല്ല, ഇവിടെ മഞ്ചാടിയുടെ മരം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ മഴ പെയ്തപ്പോൾ കുത്തിയൊലിച്ച് പോയി അവിടെ കൂട്ടത്തോടെ ഇങ്ങനെ വീണെടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ പറക്കാൻ തോന്നുമ്പോൾ പറക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ താഴെ കിടന്ന് അങ്ങനെ നശിച്ച് പോകട്ടാ. അപ്പോൾ പറക്കിയതൊക്കെ കുറേയൊക്കെ ഞങ്ങൾ കുപ്പിയിലിട്ട് വെക്കും. പിന്നെ ചിലപ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ കൊടുക്കും. അതല്ല വെച്ചാൽ കുറേ നാളതിങ്ങനെ ഇരിക്കുമ്പോൾ അതിന് ആ റെഡ് കളർ മാറിയിട്ടൊരു ബ്ലാക്ക് കളറിലേക്ക് വരും കേട്ടോ. ഇങ്ങനെ പൂപ്പല ഫംഗലൊക്കെ പിടിച്ച പോലെ. അപ്പോൾ അതിനൊക്കെ മാറ്റി നല്ലതാക്കി ഞങ്ങൾ പുതിയതായിട്ട് ഇങ്ങനെ ഇടും. പിന്നെ നോക്കി ഇപ്രാവശ്യം വീട്ടിൽ എന്തോരം ചെത്തി ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടാ. നമ്മുടെ അമ്പലത്തിലൊക്കെ പൂജയ്ക്ക് എടുക്കുന്ന ചെത്തിയാട്ടോ. കുറേ നിറച്ച് മുട്ടിട്ടിട്ടുണ്ട്. ഓണൊക്കെ ആകുമ്പോഴേക്കും ഒരു തരി പോലും ഉണ്ടാവില്ല. ആദ്യമായിട്ടോ ഇങ്ങനെ ഇത്രമാത്രം പൂവിട്ട് മുട്ടൊക്കെ ഇട്ടൊക്കെ എന്ത് നല്ല രസമല്ല ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് അല്ലേ. എല്ലാ ചെത്തിയും പൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതാട്ടോ മഞ്ചാടിയുടെ മരം. വലിയ മരമാണ്. ഇതിൻ്റെ കൊമ്പൊക്കെ ഇടയ്ക്ക് ഇറക്കാറുണ്ട്. നല്ല എന്താ പറയുക, കാട്ടുമരം എന്നൊക്കെ പറയില്ലേ, അത്ര നല്ല. അതിൻ്റെ കുഞ്ഞ് കമ്പിന് പോലും നല്ല കട്ടിയാട്ടാ. അപ്പം നമ്മളിത് വലുതായി വരുമ്പോൾ ഇടയ്ക്ക് കൊമ്പും ചില്ലൊക്കെ ഇറക്കും. അത് നമ്മൾ വിറകിനായിട്ട് എടുക്കും. പിന്നെ അവിടെ മുകളിൽ കറുത്ത് ഇങ്ങനെ നിൽക്കുന്ന കണ്ട, അതിൻ്റെ ഉള്ളിലാട്ടാ ഇങ്ങനെ പയറിൻ്റെ ഇതൊക്കെ പോലെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് മഞ്ചാടി ഉണങ്ങി പൊട്ടി വീഴാട്ടാ. അപ്പോൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ പറക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് ക്ഷമയും സമയമൊക്കെ ഉണ്ടെങ്കിൽ പറക്കലിങ്ങനെ ഇരുന്നിരുന്ന് പറക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചില സമയങ്ങളിൽ എനിക്ക് മടിയാണ് കേട്ടോ. ചില സമയത്ത് കുഞ്ഞാറ്റയ്ക്ക് ഫുഡ്ക്കുന് വല്ല ഓഫർ വെച്ച് കഴിഞ്ഞാൽ മിഠായി വാങ്ങിത്തരാം, അത് പറക്കി കഴിഞ്ഞാൽ ആരായിട്ട് കൂടുതൽ പറക്കണേ നോക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ടും പറപ്പിക്കും. ഇതിപ്പോൾ എൻ്റെ വീടിനടുത്തുള്ളൊരു ആൾ കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ കുഞ്ഞാറ്റയുടെയും അംഗനവാടിയിലെ കൂട്ടുകാരിയുടെ അമ്മയാണ് കേട്ടോ കൊണ്ടുതരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറക്കിയിരിക്കുന്നത്. പിന്നെ കുട്ടികളൊക്കെ ഇത് വായലിടാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനൊക്കെ പറയും. ജംസ് മിഠായിന്നൊക്കെ കരുതിയിട്ട് വായലൊന്നും ഇട്ടാണ്ടിരിക്കണമെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ കുഞ്ഞാറ്റയും സുഡൊക്കെ ഉണ്ടായിട്ട് സുഡു ഇടയ്ക്കൊക്കെ വായൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് മഞ്ചാടി വേണമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ പോയിട്ട് സമയമുള്ളവരൊക്കെ പോയിരുന്ന് പറക്കിയെടുത്തോട്ടാ. അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് കാണുമ്പോൾ പറക്കി കൊണ്ടുപോയോ എന്ന് പറയും. പറക്കാൻ ക്ഷമയില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാ അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സമയം പോകും. പിന്നെ നമ്മൾ കുറച്ച് ദിവസം അവിടെ അടുപ്പിച്ച് നിൽക്കാന്നുണ്ടെങ്കിൽ മാത്രം പറക്കിയെടുക്കാനൊക്കെ പറ്റൂട്ടാ. ഇത് നമ്മൾ 2 ദിവസത്തേക്കൊക്കെ നിൽക്കാൻ പോകുമ്പോൾ ഇത് പറക്കാനായിട്ട് ഒട്ടും സമയം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ ചെപ്പിൽ കണ്ടിട്ട് വെച്ചേക്കെന്താ, ഇതൊക്കെ അമ്മ പറക്കി വെച്ചേക്കെന്താട്ടാ. കണ്ട ഇടയിൽ കുന്നിക്കുരു ഉണ്ടാവാറുണ്ട് കേട്ടോ. കുന്നിക്കുരൊക്കെ ബാക്ക് സൈഡിലാണ്. അവിടെയൊക്കെ നിറച്ച് കാടാകാൻ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല, ഉണ്ടാവുകയായിരിക്കും തോന്നുന്നു. ഇതേപോലെ കറുത്ത കളറാണ്ടൊക്കെ നമ്മളെടുത്ത് കളയേ. പിന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം ആരോ വന്ന് ചോദിച്ചപ്പോൾ അമ്മ എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുന്നപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ചോദിച്ചിട്ട് ഞാനും ഒരു പ്രാവശ്യം എടുത്തുകൊണ്ടുവന്നുണ്ടായിരുന്നു. ഇനി അമ്മ തരില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.